പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ നാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യും. ഇന്ന് ദൈവവചനത്തിന്റെ മുമ്പിൽ നമുക്ക് ആയിരിക്കാൻ കർത്താവ് തന്ന വലിയ കൃപയ്ക്കായിട്ട് സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമുക്ക് അവനെ സ്തോത്രം ചെയ്യാം. വളരെ സംഭവബഹുലമായ ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി. എന്തെല്ലാം നമ്മൾ ഈ പിന്നിട്ട വർഷം കണ്ടു, എന്തെല്ലാം നമ്മൾ കേട്ടു. അപവാദങ്ങളും കുപ്രചരണങ്ങളും നുണയും സത്യവും അർത്ഥസത്യവും എല്ലാം കേട്ടതിൻ്റെ കൂട്ടത്തിൽ പെടും. എന്തെല്ലാം ദുരന്തങ്ങൾ നമ്മൾ കണ്ടു കേട്ടു. എത്ര കൊലപാതകങ്ങൾ, നീചമായ കൊലപാതകങ്ങൾ നമ്മൾ കണ്ടു കേട്ടു. മനുഷ്യ ഹൃദയത്തെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ വഴിയായി അറിഞ്ഞു. കുരുന്ന ജീവിതങ്ങൾ, കൂട്ടത്തോടെ ലോകത്തോട് യാത്ര പറഞ്ഞ സംഭവങ്ങൾ, അനേകം കുരുന്ന ജീവിതങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ട വാർത്തകൾ, സത്യത്തിന്റെ കണിക പോലുമില്ലാത്ത ധാരാളം പ്രസ്താവനകൾ എന്ന് വേണ്ട ഓരോന്നോരോന്ന് നിങ്ങൾ എണ്ണി പറഞ്ഞോ. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു. ഇരുന്ന ഇരിപ്പിൽ ചിലരൊക്കെ വീണു മരിച്ചില്ല. ലക്ഷ്യത്തിലേക്കുള്ള കുതിച്ചുള്ള യാത്രയിൽ, ചെറുതിയിൽ, അനർത്ഥത്തിൽ എത്രയോ ജീവിതം പൊലിഞ്ഞുപോയി. എത്ര പേർ വിധവമാരായി പോയി, എത്ര പേർ വിഭാര്യരായി പോയി, എത്ര പേർ അപ്പനും അമ്മയും ഇല്ലാത്തവരായി, എത്ര പേർ അങ്ങനെ അനാഥരായി കഠിനമായ വേദനകളുടെ ചുരുളുകൾക്കകത്തൂടെ കടന്നുപോയി. ഇവരെക്കാൾ എല്ലാം നമ്മൾ മെച്ചമായതുകൊണ്ടാണോ ഈ ആണ്ടിന്റെ ആരംഭത്തിൽ നമ്മൾ എത്തപ്പെട്ടത്? നല്ലവരായതുകൊണ്ടാണോ? നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാം, ഈ ദിവസം കാണാൻ ഞാൻ അയോഗ്യനായിരുന്നു. അപകടങ്ങളും അനർത്ഥങ്ങളും തലയ്ക്ക് മീതെ കടന്നുപോയി. അവൻ നമ്മളെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല. ചോദിച്ച പലതും നമുക്ക് കിട്ടിയില്ലായിരിക്കാം. പക്ഷേ 2023 ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച പലതിൻ്റെയും ഉത്തരം 2024 ഏറ്റുവാങ്ങിയവരല്ലേ നമ്മൾ. ചോദിച്ച പലതും ലഭിച്ചില്ലെങ്കിലും ചോദിക്കാത്ത ധാരാളം തന്ന് ദൈവം നമ്മോടുള്ള അവന്റെ ബന്ധത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. അവന് നമ്മോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി തന്നു. അവന് നമ്മെക്കുറിച്ചുള്ള ഉത്തരവാദിത്വത്തെ വെളിപ്പെടുത്തി തന്നു. ആകയാൽ പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മുടെ മേൽ തൻ്റെ വാത്സല്യവും സ്നേഹവും വാരിക്കോരി ചൊരിഞ്ഞു തന്നാണ് ഈ ആണ്ടിന്റെ അവസാനം നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. പല മേഖലകളിലും നമ്മൾ പരാജയപ്പെട്ടു. പരാജയത്തിന്റെ മേഖലകളെ, പരാജയത്തിന്റെ താഴ്വരകളെ തിരിച്ചറിയുന്നത് ജീവിതത്തിൽ ധന്യമാണ്. ആണ്ടിന്റെ അവസാനം ഡിസംബർ മാസം 31 സഭകളും സംഘടനകളും എല്ലാം അവർക്ക് യോഗ്യമായ ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി പ്രത്യേകമായി പ്രാർത്ഥിച്ച് ജാഗരിച്ച് പിന്നിട്ട വർഷത്തെ യാത്രയാക്കി പുതുവർഷത്തെ സ്വീകരിക്കുന്ന സുദിനം നമ്മളെ വിട്ട് കടന്നുപോയി. ആ ദിവസം നമ്മൾ നന്നായി ദൈവസന്നിധിയിൽ ആനന്ദിച്ചു, പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. അവനിൽ നമ്മൾ പുതുവർഷത്തെ സ്വീകരിച്ചു. എന്നാൽ ഒന്ന് പറയട്ടെ, പിന്നിട്ട നാളിൽ തോറ്റുപോയ അതേ മേഖലകളിലൂടെ ഈ വർഷവും യാത്ര ചെയ്യേണ്ടി വന്നാൽ പരാജയപ്പെടരുത് കേട്ടോ, പരാജയപ്പെടരുത്. 2024 ലഭിക്കാത്ത പല പ്രാർത്ഥനയുടെ ഉത്തരങ്ങളും മറുപടിയും ദൈവത്തിൽ നിന്ന് നമ്മൾ ഈ വർഷം പ്രാപിക്കും. നമുക്കത് വിശ്വാസത്തോടെ പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കാം. എന്റെ ദൈവം എന്നെ കൈക്ക് പിടിച്ചു, വെട്ടാതെ ഈ ആണ്ടുകൂടെ അവൻ നമ്മെ നിർത്തി.
നമ്മുടെ പിതാക്കന്മാരെ പോലെ നമ്മൾ നല്ലവരായിട്ടല്ല, നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ, നമ്മിൽ നിന്ന് വേർപെട്ടുപോയ അവരെക്കാൾ നമ്മൾ ശ്രേഷ്ഠരായിട്ടല്ല, കൂടുതൽ ഫലം കായ്ക്കേണ്ടതിന് അവൻ നമ്മളെ ഒരു വർഷവും കൂടി ജീവിക്കാൻ ഇതാ അനുവദിച്ചിരിക്കുന്നു. ഒരു പുതിയ വർഷം കൂടി നമ്മൾക്ക് ചുറ്റും കിളച്ചു വളമിട്ട് നല്ല ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ നല്ല യജമാനനെ ഈ ദിവസം മറക്കണ്ട, ഈ നാളുകളിൽ മറക്കണ്ട, ഈ ആണ്ടിന്റെ ആരംഭത്തിൽ മറക്കണ്ട ദൈവമക്കളെ. വ്യക്തിപരമായി ഞാൻ പറഞ്ഞാൽ, ഈജിമോഫ് ഇന്ത്യയോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞാൽ, 2024 നമ്മൾക്കൊരു അനുഗ്രഹിക്കപ്പെട്ട വർഷമായിരുന്നു. ഈ വർഷം സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ, വിശ്വാസത്തിൽ സ്ഥിരപ്പെടുവാൻ മനസ്സുകൊണ്ട് സമർപ്പിച്ച വർഷമായിരുന്നു 2024. ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളെ കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ച വർഷമായിരുന്നു 24. നഷ്ടപ്പെട്ടു പോയ, അകന്നുപോയ ബന്ധങ്ങളെല്ലാം ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിച്ച വർഷമായിരുന്നു 2024. പുതുതായി ധാരാളം വ്യക്തികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച വർഷമായിരുന്നു 2024. വീടില്ലാതെ, ഓല കൊണ്ട് കെട്ടിമേഞ്ഞു കിടക്കുന്ന, ഒരു സൗകര്യമില്ലാതെ ഫ്ലെക്സ് ഇട്ടിട്ട് കിടക്കുന്ന, ചിലർക്ക് പറ്റുന്നത് പോലെ ഭവനം വെച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ച വർഷമായിരുന്നു 2024. കോളേജിൽ പോകാനോ ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേരാനോ യാതൊരു സാധ്യതയുമില്ലാത്ത ചില കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് പ്രൊഫഷണൽ കോഴ്സിന് ചേർത്ത് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച വർഷമായിരുന്നു 2024. വിദ്യാ കിരൺ യോജന, കൃപാ ഭവൻദാൻ യോജന, ഇതെല്ലാം ദൈവം ഈ നാളിൽ തന്ന പദ്ധതികളാണ്. കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ ആഗ്രഹിച്ച വർഷം, മാക്സിമം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച വർഷം, കയ്യിൽ കിട്ടുന്നതെല്ലാം വേലയ്ക്ക് വേണ്ടി ചെലവിടണമെന്ന് മനസ്സിൽ നിർണയിച്ച വർഷം, ഭാരതം മുഴുവനും എല്ലാ മിഷൻ സെന്ററുകളിലും ടീമായിട്ട് കടന്നുപോയി ധ്യാനങ്ങൾ നടത്താൻ ആഗ്രഹിച്ച വർഷമായിരുന്നു ഇത്. എന്തിന്? സഭയോട് ചേർക്കപ്പെട്ട ഈജിമോഫ് ഇന്ത്യയുടെ 5600ഓളം വിശ്വാസികളുടെ 600 മക്കളുണ്ട്. അവരെ എല്ലാവരെയും ദൈവവചനം പഠിപ്പിക്കുവാൻ ഒരു സൺഡേ സ്കൂൾ ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ച വർഷമായിരുന്നു 2024. കേരളത്തിലെമ്പാടും സഭയുടെ ആത്മീയ ഉണർവിന് വേണ്ടി പുതിയൊരു വാതിൽ തുറക്കണമെന്ന് ആഗ്രഹിച്ച വർഷമായിരുന്നു 2024. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഈ സന്ദേശം നിങ്ങൾ കൈമാറുമ്പോൾ ഒരു വാക്കേ എനിക്ക് അതിനെ കുറിച്ചെല്ലാം പറയാനുള്ളൂ. എൽ ഷഡായ്, സർവശക്തനാണല്ലോ എന്റെ ദൈവം. ഞാൻ നിങ്ങളോട് പറഞ്ഞിടത്തോളം കാര്യങ്ങൾ, മനസ്സിലെ ആഗ്രഹങ്ങളെ സഫലമാക്കി തീർത്ത കർത്താവിനെ ഈ ആണ്ടിന്റെ അവസാനം എന്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഞാനും ദൈവത്തെ സ്തോത്രം ചെയ്തു, സ്തോത്രം ചെയ്യുന്നു. പവർ വിഷൻ ചാനലിലൂടെ ഈ ശുശ്രൂഷ അനേകം ഹൃദയങ്ങളെ ഉണർത്താൻ, അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ, സ്നേഹത്തിൽ ബന്ധിക്കാൻ, അനേകരുടെ പ്രശ്നങ്ങൾക്ക് ഇടപെടാനും പ്രാർത്ഥിക്കാനുമെല്ലാം ഈ ചാനൽ ഈജിമോഫ് ഇന്ത്യയെ സഹായിച്ചത് വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. ദൈവമക്കൾക്ക്
വചനം ധ്യാനിക്കാൻ, പഠിക്കാൻ, വചനത്തിൽ ജീവിക്കാൻ അനുയോജ്യമായ സന്ദേശങ്ങളാൽ സമ്പുഷ്ടമായ പവർ വിഷൻ ചാനൽ, ഞാൻ അതിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് 9 മണിക്ക് പുതിയ വർഷത്തിലും നമുക്കത് കേൾപ്പാൻ, ധ്യാനിപ്പാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നിട്ട വർഷങ്ങളിൽ എവിടെയെല്ലാം പരാജയപ്പെട്ടു, ആ പരാജയത്തിന്റെ കാരണം എന്താണ്? ഇതാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്ന കാര്യം. കഴിഞ്ഞ നാളുകളിൽ യോശുവയുടെ പുസ്തകത്തിൽ നിന്നും മറ്റിതര ഭാഗത്തു നിന്നുമായി ഏതാനും ചില താഴ്വരകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരാജയത്തിന്റെ താഴ്വരയെ കുറിച്ചാണ്. വാലി ഓഫ് ഫെയിലിയർ, പരാജയത്തിന്റെ താഴ്വര. ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ആ താഴ്വരയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 37-ാമത്തെ വാക്യം മുതൽ നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. 38-ാം വാക്യം ഇങ്ങനെയാണ്: കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു, ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ എനിക്ക് ഏകജാതനാകുന്നു. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനെ നിലവിളിക്കുന്നു. അതവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു. പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. അതിനെ പുറത്താക്കുവാൻ തൻ്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല. അവിടെയാണ് വിഷയം. എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല. കർത്താവേ, നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എന്നാൽ അവർക്കത് കഴിഞ്ഞില്ല. പരാജയപ്പെട്ടു പോയി. കർത്താവിനായി വിളിക്കപ്പെട്ടവർ, 3.5 വർഷക്കാലം കർത്താവിന്റെ പിറകെ നടന്നവർ, കർത്താവിൽ നിന്ന് ശക്തിയും, കർത്താവിൽ നിന്ന് വചനവും, കർത്താവിൽ നിന്ന് പ്രാർത്ഥനയും, കർത്താവിൽ നിന്ന് ദൈവകൃപയും, കർത്താവിന്റെ സാന്നിധ്യവും അനുഭവിച്ച ആ ശിഷ്യന്മാർക്കോ അതിന് കഴിഞ്ഞില്ല. അതിന് യേശു അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും, നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവിനെ ശാസിച്ചു, ബാലനെ സൗഖ്യമാക്കി. എല്ലാവരും ആശ്ചര്യപ്പെട്ടപ്പോൾ അവൻ തന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുവീൻ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നെന്ന് പറഞ്ഞു. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അത് തിരിച്ചറിയാതെ വണ്ണം അവർക്ക് മറഞ്ഞിരുന്നു. പ്രിയ ദൈവമക്കളെ, 46-ാം വാക്യം: അവരിൽ വെച്ച് ആർ വലിയവൻ എന്നൊരു വാദം അവരുടെ ഇടയിൽ നടന്നു. അതുകൊണ്ട് അവർക്ക് ആ കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. പാപം ഹൃദയത്തിനകത്തിരിക്കെ ഒരു മേഖലയിലും ജയിക്കുകയില്ല. നമ്മൾ പാപം ഹൃദയത്തിലിരിക്കെ നമ്മൾ ജയിക്കേണ്ട മേഖലകളിൽ ജയിക്കില്ല കേട്ടോ. താബോർ മലയുടെ താഴ്വരയിൽ നാം കണ്ടത് ഈ പരാജയമാണ്. കർത്താവ് പത്രോസും യാക്കോബും യോഹന്നാനുമായി താബോർ മലയുടെ ഉയരങ്ങളിലേക്ക് കയറിപ്പോയി. അവിടെ കർത്താവിന്റെ തേജസ്കരണം നാം കാണുന്നു. ഏലിയാവും മോശയുമുണ്ട്. മോശ കർത്താവിന്റെ പുനരുത്ഥാന നിരയിൽ പറയപ്പെടുന്ന ഒന്നാം പുനരുത്ഥാനത്തിന്റെ നിരയിലെ രണ്ടാമത്തെ വസ്തുതയാണ് വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം, അവന്റെ വരവെങ്കിൽ. കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരുടെയും മരിച്ചുപോയവരുടെ പുനരുത്ഥാനത്തിന്റെ പ്രതിനിധിയായി മോശയും
ജീവനോടെ ഇരുന്ന് കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരുന്ന് മരണം കാണാതെ എടുക്കപ്പെടുന്ന ഭക്തന്മാരുടെ പ്രതിനിധിയായി ഏലിയാവും. മോശയും ഏലിയാവും കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഈ കാഴ്ച കണ്ട പത്രോസ്, നമുക്ക് 3 കുടിലുണ്ടാക്കാം. ഒന്ന് യേശുവിന്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. പ്രിയമക്കളെ, അങ്ങനെ സ്വർഗീയ ദർശനം അനുഭവിച്ച, സ്വർഗീയ ദർശനം ആസ്വദിച്ച ഈ ശിഷ്യന്മാർക്ക് താഴ്വരയിൽ എന്ത് സംഭവിച്ചു? താഴ്വരയിൽ പരാജയം സംഭവിച്ചു. 2024 പിന്നിട്ട നാളുകളിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കാരണങ്ങളുണ്ട്. എവിടെയാണ് തോറ്റത്? അതിന്റെ പിന്നിൽ കാരണമുണ്ട് സുഹൃത്തെ. എവിടെയാണ് പരാജയം സംഭവിച്ചത്? അതിന് തക്കതായ കാരണമുണ്ട്. നമുക്കറിയാം, ഒരു അക്കാഡമിക് ഇയർ പല സന്ദർഭങ്ങളിലായി സ്കൂളുകളിലും കോളേജുകളിലും മന്ത്ലി ടെസ്റ്റും ക്വാർട്ടർലി എക്സാമും ഹാഫ് ഇയർലി എക്സാമും ആനുവൽ എക്സാമും ഒക്കെ വയ്ക്കും. പരാജയം കണ്ടെത്താനുള്ളതാണത്. ജയം കണ്ടെത്തുന്നതിനേക്കാൾ അധികം പരാജയത്തെ മനസ്സിലാക്കാനുള്ളതാണ്. എവിടെയാണ് എനിക്ക് പരാജയം സംഭവിച്ചത്? തോൽവി കണ്ടെത്തി തിരുത്തി ജയത്തിലേക്ക് മുന്നേറാനുള്ളതാണ് ഓരോ പരീക്ഷയും എന്ന് ഓർക്കണം. 2024 അഭിമുഖീകരിച്ച പല പരീക്ഷകളുടെയും പിന്നാമ്പുറം ജയത്തിലേക്ക് കുതിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. എന്നിട്ടും തോറ്റവരുണ്ട്. പഠിപ്പിച്ചിട്ടും പഠിച്ചിട്ടും പരീക്ഷയിൽ പരാജയപ്പെടുന്നവർ. അവർ തോറ്റുപോയവരെയാണ് നോക്കുന്നത്. നമ്മുടെ വീട്ടിൽ ജയിച്ച ഭക്തന്മാരെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനേക്കാൾ തോറ്റുപോയ ഭക്തന്മാരെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഒരു പരാജയം. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഇരിക്കുമ്പോൾ വാതോരാതെ ഭക്തന്മാരായ ശുശ്രൂഷകന്മാരായ തോറ്റുപോയ, ശുശ്രൂഷയിൽ പരാജയപ്പെട്ട, വൈകല്യങ്ങൾ സംഭവിച്ച, വീണുപോയ ഭക്തന്മാരെ കുറിച്ച്, വീണുപോയ ദൈവദാസന്മാരെ കുറിച്ച് വേണ്ടതും വേണ്ടാത്തതും അറിഞ്ഞതും അറിയാത്തതും എല്ലാം വാതോരാതെ വിളിച്ചു പറഞ്ഞ് നമ്മുടെ മക്കളെ പരാജയത്തിന്റെ പാതകളെ പഠിപ്പിച്ചെടുത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പല മക്കളും സുവിശേഷത്തിന്റെ എതിരായി. ഈ ആധുനിക കാലഘട്ടത്തിൽ പലർക്കും വിശ്വാസത്തിന്റെ മാർഗങ്ങളില്ല. യുവജനങ്ങൾ, അവരിൽ ചിലരെങ്കിലും വിളിച്ചു പറയുന്നത് എന്ത് വിശ്വാസം, ഏത് ദൈവം, എന്തിന് ദൈവം, എന്തിന് വിശ്വാസം? എങ്ങനെയാണ് അവരങ്ങനെയായത്? പലപ്പോഴും പരാജയപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ സംഭാഷണ വിഷയങ്ങൾ. അതിനെല്ലാം വ്യാപരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. 2024 തോൽവിയോടെ കൈവന്ന ആ നെഗറ്റീവ് എനർജിയെ പരാജയപ്പെടുത്തിയാലേ നമുക്ക് ജയിക്കാൻ കഴിയൂ. ഒരു പോസിറ്റീവ് എനർജി നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കണം. ഒരു പുതുപുത്തൻ ശക്തി പുതിയ വർഷത്തിൽ നമ്മൾ പ്രാപിച്ചെടുത്ത് മുൻപോട്ട് പോകണം. ഈ വർഷം ജയത്തിന്റെ വർഷമാണ്. വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. പുതിയ വർഷം ഞാൻ തോറ്റുപോയ മേഖലകളിലെല്ലാം ഞാൻ ജയിക്കും. പാപത്തിൽ തോറ്റു, ധനപരമായ വിഷയത്തിൽ തോറ്റു, ബിസിനസ്സിൽ തോറ്റു, ഭാവി ജീവിതത്തിൽ പരാജയപ്പെട്ടു, പരീക്ഷയിൽ പരാജയപ്പെട്ടു, കുടുംബജീവിതം പരാജയപ്പെട്ടു, ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടു.
എവിടെയെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ജയം തരുന്ന സർവശക്തനായവന്റെ വലം കൈക്ക് പിടിച്ച് നമുക്ക് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാം. ഈ പുതിയ വർഷം വിശുദ്ധിയുടെ വർഷമാണ്. പരമാവധി വിശുദ്ധിയിൽ ജീവിക്കാൻ സമർപ്പിച്ചാണ് EGM ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരും അതിനെ സ്നേഹിക്കുന്നവരും പുതുവർഷത്തിലേക്ക് പാദമൂന്നി പ്രവേശിക്കുന്നത്. 2025 ജീവിതം കൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുക, വെണ്മയായിട്ടുള്ള ഒരു ജീവിതം നേടിയെടുക്കണം. തോറ്റുപോകാതെ ജയിക്കണം. ഏത് വിധത്തിലും എനിക്ക് ജയിക്കണം. എത്ര വില കൊടുക്കേണ്ടി വന്നാലും പാപത്തിന്റെ മുൻപിൽ എനിക്ക് ജയിക്കണം. ഇത് പുതുവർഷത്തിലെ ആഗ്രഹമാകട്ടെ. പെട്ടെന്നുള്ള കോപം, ആ നിമിത്തം വരുത്തിവെച്ച വിനകൾ, വാദോരാതെ സംസാരിച്ച് വാക്കുകൾക്ക് പിഴവ് സംഭവിച്ച് അകന്നുപോയ ബന്ധങ്ങളുടെ പുനഃസംഗമം, അകന്നുപോയ ജീവിതത്തെ ചേർത്ത് പിടിച്ച് ജയത്തിലേക്ക് പാദമൂന്നി നടക്കുന്ന ആ മനോഹര വർഷം. അത്യധികം പരിശ്രമിച്ചിട്ടും കഴിഞ്ഞ വർഷം പരാജയപ്പെട്ടിടത്ത് ഈ വർഷം എനിക്ക് എൻ്റെ ദൈവം ജയം തരും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ഈ വചനം കേൾക്കണം. എൻ്റെ കർത്താവ് എനിക്ക് ജയം തരും. കാരണം എൻ്റെ നേതാവ്, എൻ്റെ നാഥൻ, എൻ്റെ കർത്താവ് ജയിച്ചവനാണ്. ലോകത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ഉലക മഹാന്മാരെ ജയിച്ചു, ലോക ചരിത്രത്തെ ജയിച്ചു. ആരെ? ഏറ്റവും ഒടുവിൽ റോമൻ ഗവൺമെന്റിന്റെ മുദ്രകളെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റ് വിജയശ്രീ ലാളിതനായവൻ ഉറക്കെ പ്രഖ്യാപിച്ചു, നിങ്ങളും ഉയർക്കും. നമ്മുടെ പരാജയം മാറും. ദൈവമക്കളെ, നമുക്ക് ജയം തരുന്ന ഒരു കർത്താവുണ്ട്. പുതിയ വർഷം ജയിക്കാനായി പരാജയത്തിന്റെ താഴ്വരകളിലൂടെ ജയത്തിന്റെ താഴ്വരകളിലേക്ക് നമുക്ക് മുന്നേറാം. ആർ വലിയവൻ എന്നുള്ള ചിന്തയും പാപവും ഹൃദയത്തിൽ പ്രവേശിക്കരുത്. നമുക്ക് വിശുദ്ധിയോടെ നമ്മെ തന്നെ ഒരുക്കാം. അതിനായി കാത്തിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പുതിയ വർഷം ഞങ്ങൾ പ്രാർത്ഥനയോടെ സ്വീകരിക്കുകയാണ്. ഈ പുതിയ വർഷം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയാണ്. എന്തെല്ലാം കാണേണ്ടി വരും, എന്തെല്ലാം അനുഭവിക്കേണ്ടി വരും, എന്തൊക്കെ ചെയ്യേണ്ടി വരും, ഏതെല്ലാം പരീക്ഷകളുടെ താഴ്വരകളിലൂടെ കടന്നു പോകേണ്ടി വരും, അവിടെയൊക്കെ പരാജയപ്പെടാതെ വിജയത്തോടെ നിൽക്കാൻ ജയിച്ച കർത്താവേ, നിന്റെ കരം എനിക്ക് അനുകൂലമായിരിക്കണമേ. ഈ ജീവിതം അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ആണ്ടിൻ്റെ ആദ്യ ദിവസം വളരെ വിനയത്തോടെ സമർപ്പിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.